ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സിന്ദൂരം വ്ളോഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അലമാരിലേക്ക് ഒരു ടൂറ് പോയാലോ? സാധാരണ ജോലിക്ക് പോകുന്ന എല്ലാവരും അലമാര എങ്ങനെയാണ്, ചിലപ്പോൾ ചിലരൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയായിരിക്കും വെക്കുന്നത്. പക്ഷേ എൻ്റെ അലമാര സ്ഥിതി ഞാൻ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ആക്കി ഇട്ടതൊന്നുമല്ല. ഡെയിലി എൻ്റെ അലമാര ഇങ്ങനെ തന്നെയാണ്. വല്ലപ്പോഴും ഒരിക്കൽ ഞാനത് വൃത്തിയാക്കാറുണ്ട്. പക്ഷേ പിന്നെയും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഷോപ്പിൽ പോകാനുള്ള വെപ്രാളത്തിലൊക്കെ വീണ്ടും പഴയ പോലെ ആവാറുണ്ട്. അപ്പം നമുക്ക് ആദ്യം അലമാരയുടെ സ്റ്റോറി പറയാം. ഈ അലമാര ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ വന്ന അലമാരയാണ്. പിന്നെ നമുക്കന്ന് വിജയ് ഫാൻസ് ആയിരുന്നു ഞാൻ. അപ്പോൾ വിജയ് ഫാൻസ് തലയ്ക്ക് കയറിയ സമയത്ത് അന്ന് ഈ ഉത്സവപ്പറമ്പിനൊക്കെ ശരിക്കും സ്റ്റിക്കർ കിട്ടുമല്ലോ, അതിൽ നിന്നൊക്കെ സ്റ്റിക്കറൊക്കെ വലിച്ചെടുത്ത് ഇവിടെ മൊത്തം ഈ സൈഡിലൊക്കെ വിജയുടെ ഫോട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള ഒരു അലമാരയാണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് പോയി നോക്കാം. ബാ. എന്തെങ്കിലും വന്ന് വീഴോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ വന്ന് വീഴുമായിരിക്കും. നിങ്ങൾ കാണത്തണ്ട, ഞാനൊന്ന് സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എൻ്റെ അലമാരയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് ഓരോ തവണ എന്തെങ്കിലും ഒരു സാധനം ഇതിനിടയ്ക്ക് എടുക്കണമെങ്കിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ ഞാൻ വാരി ഇങ്ങോട്ട് ഇട്ടിട്ട് നേരെ തിരിച്ചിങ്ങനെ ഉരുട്ടിയാണ് ഇതിനകത്തോട്ട് വെക്കാറ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ റൂമിൽ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ അലമാരയിൽ എന്തെങ്കിലും ഒരു സാധനം ഞാൻ അമ്മയുടെ എടുക്കാൻ പറഞ്ഞു, അമ്മ പറയും നിൻ്റെ അലമാരയിൽ ഞാൻ ഒരു സാധനം എടുക്കില്ല, എനിക്ക് അതിനകത്തോട്ട് കയറാൻ അതിനകത്ത് പാമ്പ് വല്ലതും കാണുമെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഓരോ തവണ സാധനം എടുക്കുമ്പോഴും വാരിയിടുന്നു, വീണ്ടും തിരിച്ചെടുത്ത് വയ്ക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഫുള്ള് വൃത്തിയാക്കണം. അപ്പോൾ ഈ തട്ടിലാണ് എൻ്റെ തുണികൾ ഞാൻ വെക്കുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് എനിക്കൊരു പാൻറ്റോ ഷോളോ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഷോപ്പിൽ പോകാൻ വേണ്ടി പെട്ടെന്ന് വരുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് ചുരിദാറും ഷാളും ഒക്കെ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഇങ്ങനെ നോക്കിയെടുക്കും അതിൻ്റെ ഷാള് എവിടെ ഉണ്ടെന്ന്. ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം എനിക്ക് ഷോളോ എന്തെങ്കിലും നോക്കാനുണ്ട്, എനിക്ക് ആ സാധനം കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാനൊരു ആ സാധനം എടുത്ത് കട്ടിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം തന്നെ ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടാണ് പോകാറ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഷോപ്പിൽ വെച്ച് എന്തെങ്കിലും ഒരു സാധനമൊക്കെ ചേട്ടൻ എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അമ്മ വിളിച്ചു പറയും, അമ്മ അലമാരിക്കകത്തൊരു സാധനം ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്ത് വെക്കുമോ, ഇന്ന ആൾ വന്ന് വാങ്ങിച്ചോളുന്നു. അപ്പോൾ അമ്മ പറയും ഇല്ല, നിൻ്റെ അലമാര തുറന്ന് ചിലപ്പോൾ എല്ലാം കൂടെ വന്ന് എൻ്റെ പുറത്തൂടെ വീഴും, അതുകൊണ്ട് ഞാൻ തുറക്കൂല എന്നാണ് അമ്മ പറയണത്. അപ്പോൾ ഇതാണ് എൻ്റെ അലമാരയുടെ അവസ്ഥ. നമുക്കപ്പോൾ ഇന്ന് ഈ അലമാര ഒന്ന് വൃത്തിയാക്കാം. ആദ്യം ഈ അലമാരയിൽ എൻ്റെ ചുരിദാറിൻ്റെ സെക്ഷൻ മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഇത് 4 പേരുടെ തുണിയാണ് കേട്ടോ അതിനകത്ത് ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തുണിയുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെയാണ്. ചേട്ടൻ പറയുന്നത് എൻ്റെ തുണികൾക്ക് എന്നോട് ഭയങ്കര ബഹുമാനമാണ്, തുറക്കുമ്പോഴേ അങ്ങ് വന്ന് കാലി വീഴുകയല്ലേ എന്ന്. അങ്ങനെ തന്നെ കളിയാക്കി എപ്പോഴും പറയാറുണ്ട്. മുമ്പൊക്കെ എൻ്റെ അലമാര പിന്നെ എൻ്റെ റിലേറ്റീവ്സ് പിള്ളേരൊക്കെ വന്നിട്ട് അയ്യോ ഇത്ര നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കണം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെ പിള്ളേരൊക്കെ ആയി, പിള്ളേരല്ല മോനാവുന്നത് വരെയും ഞാൻ നല്ല ഡീസൻ്റായിട്ടൊക്കെ തന്നെ സാരികളോ ആയാലും ചുരിദാറായാലും അങ്ങനെയൊക്കെ അടുക്കി വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷോപ്പിലൊക്കെ പോകണം, വീട്ടിൽ ഇത്രയും ജോലിയൊക്കെ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ അടുക്കി വെക്കാനൊന്നും നേരം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കാണുന്ന എന്താണോ അത് വലിച്ചേറിയിട്ട് എടുത്തോണ്ട് പോകും. വീണ്ടും തിരിച്ച് കഴുകുകയാണെങ്കിൽ വീണ്ടും തിരിച്ച് കഴുകിക്കൊണ്ട് വയ്ക്കുമ്പോൾ മടക്കിക്കൊണ്ട് വയ്ക്കും. പക്ഷെ പിറ്റേന്ന് വീണ്ടും എടുക്കുമ്പം ഇത് തന്നെയാണ് അവസ്ഥ. ഇതിൻ്റെ ഈ തട്ടിലാണ് ഞാൻ ചുരിദാർ വെക്കുന്നത്. പക്ഷേ ഇതിലും ചുരിദാറുണ്ട്, ടോപ്പുണ്ട്, ജീൻസ് ഉണ്ട്, അങ്ങനെ കുറേ സാരി, സെറ്റ് സാരി അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെയും അതായത് ഇപ്പോൾ ഷോപ്പിൽ ഇടാൻ പറ്റാത്ത എന്നാൽ നമുക്ക് പുറത്ത് പിന്നെ വീട്ടിൽ ഇടാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു റേഷൻ കടയിൽ പോകണമെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് കുറേ ചുരിദാറൊക്കെ താഴെ ഇരിപ്പുണ്ട്. പക്ഷെ അതൊക്കെ വെച്ചേക്കുന്നതല്ലാതെ ഇടാൻ ഒന്നും നേരമൊന്നുമില്ല. കൈ കിട്ടണത് തന്നെ എടുത്തെടുത്തുകൊണ്ട് പോകണത്, അല്ലെങ്കിൽ കിട്ടുന്ന ചുരിദാർ തന്നെ ഇട്ടുകൊണ്ട് പോകണം. അപ്പം നമുക്ക് തുണി മടക്കാൻ നോക്കാം. ഇന്നിപ്പോൾ ഞാൻ നല്ലപോലെ മടക്കി വെക്കും. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ അവസ്ഥ സെയിമാണ്. പെട്ടെന്ന് കൈ കിട്ടുന്ന നമ്മൾ സ്ഥിരം ഇടുന്ന ഒരു 3-4 എണ്ണമാണ് നമ്മളെപ്പോഴും മാറി മാറി ഇടാറുള്ളൂ. ഞാൻ അങ്ങനെയാണ്. നമുക്ക് വേറെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നത് തന്നെ അപ്പോഴേ തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക്. പിന്നെ 4 പേരുടെ തുണിയാണ് ഞാൻ ഈ അലമാരിക്കകത്ത് വെക്കുന്നത് കേട്ടോ. മെയിനായിട്ട് വേറെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എല്ലാം കൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെക്കുന്നത്. പിന്നെ കുറച്ച് സാരി മാത്രം ഞാൻ അപ്പുറത്ത്
അമ്മയുടെ അലമാരയിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അമ്മ അല്ലാതെ വേറെ ഒരു സാധനം വെക്കാൻ സമ്മതിക്കില്ല. കാരണം അമ്മയ്ക്ക് അറിയാം ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തലപോലത്തെ ആവും ആ അലമാരയെന്ന് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് അമ്മ ഒരിക്കലും അങ്ങോട്ട് ഒന്നും ചെല്ലാൻ സമ്മതിക്കത്തില്ല. തുണി വയ്ക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഒരു സാധനം നോക്കി ഞാൻ ഇങ്ങനെ വാരി വെച്ചിട്ടൊക്കെ നോക്കുള്ളൂ. പിന്നെ തോന്നെ സാധനം ആയിപ്പോയി അമ്മയ്ക്കും ഭയങ്കര പാടാണ്. അമ്മയുടെ സാരികളും ഗുളിക മരുന്ന് അങ്ങനെയൊക്കെ അമ്മ സൂക്ഷിച്ച് വെച്ചേക്കുന്ന. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും അങ്ങനെ എടുക്കാൻ പോവാറില്ല. പിന്നെ ഇത്രയും തുണികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കല്യാണമൊക്കെ വന്ന് നമുക്ക് തുണി ഇല്ല എന്നുള്ള ഭയങ്കര ഒരു വിഷമമുള്ള ആളാണ് ഞാനും. നല്ല എല്ലാ പെൺപിള്ളേരും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ചേട്ടനൊക്കെ ആണെങ്കിൽ 3 ഷർട്ട്, എനിക്ക് തോന്നുന്നു 3 or 4 ഷർട്ടും 2-3 ടീഷർട്ടൊക്കെ ഉള്ളു, 3 ജീൻസോ അത്ര കണ്ടൊക്കെ ഉള്ളു. പക്ഷെ ആളിന് അതാണ്. എവിടെ കല്യാണത്തിന് പോയാലും അത് തന്നെ, മരണത്തിന് പോയാലും അത് തന്നെ, എന്തെങ്കിലും ഫംഗ്ഷൻ ആയാലും അത് തന്നെ. ആളിനങ്ങനെ കുറെ തുണി വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ അയ്യോ അന്നിട്ട ഷർട്ടാണെന്നൊന്നും പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആളിനങ്ങനെ തുണി വാങ്ങിക്കുന്ന ഇഷ്ടവുമല്ല. പക്ഷെ ഞാനൊക്കെ ആണെങ്കിൽ എവിടെ തിരിഞ്ഞാലും തുണി കൊണ്ടേ വരുള്ളൂ. എനിക്ക് തോന്നുന്നത് മിക്കുള്ള ആണുങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ വീട്ടിലെയും സ്ത്രീകളെക്കാളും തുണി കുറച്ചെടുക്കുന്നത് ആണുങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പുള്ളിക്കാരൻ എടുത്തില്ലെങ്കിലും എനിക്ക് എവിടെ തുണി കണ്ടാലും എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരികയും ചെയ്യും, എന്നെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യും. ഞാൻ നല്ല ടോപ്പ് നോക്കുക അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് വാങ്ങിച്ചോ എന്നൊക്കെ പറയും. പക്ഷെ ഞാനെന്നാൽ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല കേട്ടോ. വല്ല വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴേ വാങ്ങിക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആണുങ്ങളെല്ലാം അങ്ങനെ തന്നെ തോന്നുന്നു. അധികം ആർക്കും ആണുങ്ങൾക്ക് അങ്ങനെ തുണി എടുക്കുന്ന അങ്ങനെ വലിയ താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ തുണി എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെ സ്വർണം അങ്ങനെയൊന്നും വലിയ ക്രൈസ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് തുണി എവിടെ കണ്ടാലും ശരിക്കും വാങ്ങിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെയാണ് തോനെ തുണി എടുക്കണമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളൊക്കെ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലരൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുണി എടുക്കുന്നവരായിരിക്കും. അപ്പം ഞാനിത് പെട്ടെന്നൊന്ന് മടക്കി വെച്ചിട്ട് വരാം. കാരണം സംസാരിച്ചിട്ടിരുന്ന ജോലി നടക്കില്ല. എനിക്കിനി ചേച്ചിയുടെ വീട്ടിലും കൂടെ ഒന്ന് പോകണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതും കൂടെ ഒന്ന് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പം ഞാനൊന്ന് മടക്കി വെച്ചിട്ട് വരാം. ചില ചുരിദാറുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അങ്ങനെ ഇഷ്ടമുള്ള ചുരിദാറാണെങ്കിൽ നമ്മൾ അങ്ങ് ഒരുപാട് അങ്ങ് ഇടും. ഇട്ട് നമ്മൾ കീറിയ പോലെ നമുക്ക് കളയാൻ തോന്നില്ല. അങ്ങനെയുള്ള കുറച്ച് തുണികളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല മിക്കുള്ളവർക്കും അങ്ങനെ ചില ചുരിദാറിനോടോ ചില ടോപ്പിനോടോ ഒക്കെ ഭയങ്കര ഇഷ്ടം തോന്നും. അല്ലാതെ നമ്മൾ തറയിൽ വെക്കാതെ ഇടും. അങ്ങനെ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും. ഇവിടെയും ചുരിദാറുകളാണ്. ചുരിദാർ, സാരി, ഹാഫ് സാരി, അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ എടുത്ത് ഏറ്റി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വൃത്തിയാക്കാം. നേരം കിട്ടുമെന്ന് അറിഞ്ഞുകൂടെ. ഞാൻ വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്നാലും മാക്സിമം ഇതും കൂടെ നമുക്കൊന്ന് വൃത്തിയാക്കാം. ഒരുപാട് സാരി, സെറ്റ് സാരി ഇട്ട കളക്ഷൻ ഉണ്ട് ഒരുപാട്. എനിക്ക് ഏറ്റവും ഇഷ്ടം സെറ്റ് സാരി, സെറ്റ് മുണ്ട് നേരിയതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കളക്ഷനൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിലിടാം. ഇപ്പം നമുക്ക് ഈ സാരിയും ഞാൻ ഉപയോഗിക്കാത്ത കുറേ ചുരിദാറുണ്ട്. അതായത് ചില ചുരിദാറൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കിട്ടിട്ട് ചേട്ടൻ പറയും അത് കൊള്ളൂല, ഇടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഇടാൻ തോന്നില്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞത് അത് കൊള്ളൂല എന്ന്, പിന്നെ എനിക്ക് എന്തോ പോലെയാണ് അത് ഇടാം. അങ്ങനെ ഇടാത്ത കുറേ ചുരിദാറുകൾ ഇരിപ്പുണ്ട്. അതിന് എന്തെങ്കിലും ചേച്ചിയുടെ മോക്കോ അങ്ങനെ പിള്ളേർക്കൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ട ഇതൊക്കെ കണ്ട സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല. അതൊന്നും ഇടാതെ വെച്ചൊക്കെയാണ്. ഇട്ട് നോക്കുന്നത് കൊള്ളൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ ഭയങ്കര പിന്നെ അത് ഇടാനുള്ളൊരു തോന്നത്തില്ല എനിക്കത്. പിന്നെ എനിക്ക് കുറച്ച് സാരി കളക്ഷൻ ഉണ്ട്. ഒരു 3-4 വർഷം കൊണ്ട് വാങ്ങിച്ചതാണ്. സാരി ഇപ്പോൾ ട്രെൻഡാണല്ലോ. അപ്പം ഞാൻ കുറച്ച് സാരികൾ എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് സാരി ചേച്ചി എടുത്തുകൊണ്ട് പോയി. അതെല്ലാം കിട്ടുമ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം സാരിയുടെ വീഡിയോ ഇടുന്നതാണ്. പിന്നെ ഇത് മോക്കൊരു പട്ടുപാവാടയുടെ തുണിയാണ്. അങ്ങനെ അതെല്ലാം കൂടെ വാരിയോടെ വെച്ചേക്കായിരുന്നു. എടുക്കാത്ത ടോപ്പ് പോലെ എടുക്കാത്ത കുറേ നൈറ്റികളുണ്ട്. അതായത് ചേച്ചിയൊക്കെ എനിക്ക് ഓണത്തിന് നൈറ്റിയും നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിരുമ്പോൾ അങ്ങനെ കുറേ എടുക്കാത്ത സാധനമുണ്ട്. നൈറ്റി അധികം ഇടാറില്ല. ചേട്ടൻ നൈറ്റി ഇടുന്ന അത്ര ഇഷ്ടമല്ല. പിന്നെ കൂടുതലും നൈറ്റ് ഡ്രസ്സുകളാണ് ഇടാറ്. പക്ഷേ ഈ ഇപ്പോഴത്തെ മോഡൽ നൈറ്റി ഉണ്ടല്ലോ, നമ്മുടെ ഫ്രോക്ക് മോഡൽ, അതിട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ കുറേ അങ്ങനത്തെ ഞാനങ്ങ് വാങ്ങിച്ചത്. പിന്നെ കുറേ ചുരിദാറുണ്ടല്ലോ നമുക്ക് വീട്ടിൽ ഇടാൻ വേണ്ടി. അപ്പം പഴയ ചുരിദാറൊക്കെ എടുത്ത് വീട്ടിൽ ഇടാറാണ് ചെയ്യുന്നത്.
പിന്നെ പാവാട, വീട്ടിൽ ഇടാൻ കുറച്ച് പാവാട, ടീഷർട്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നൈറ്റി അധികം വാങ്ങിക്കാറില്ല. ഒരു ഷർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ ചേട്ടൻ്റെ കാര്യമെന്ന് പറയുന്ന ഒരു ഷർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഷർട്ട് പാൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും അതായിരിക്കും ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് 1-2 ഷർട്ടൊക്കെ ഞാനെടുത്ത് ഒളിച്ചു വയ്ക്കും അലമാരയിൽ. അങ്ങനെ ഒളിച്ചിടുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ ചുരുട്ടി കുട്ടിയൊക്കെയാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ 1-2 ഷർട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരുവത്തിൽ ഞാൻ എൻ്റെ അലമാര വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴത്തെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിലങ്ങനെ സ്ഥിരം എടുക്കുന്ന സാധനങ്ങളൊന്നുമില്ല. പുതിയൊരു സെറ്റ് സാരി, എടുക്കാത്തൊരു സാരിയും സെറ്റ് സാരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.